الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ നമ്മുടെ സൃഷ്ടാവും നിയന്താവുമായ നമുക്ക് ജീവിതവും മരണവും നിശ്ചയിച്ച, സ്വർഗവും നരകവും തയ്യാറാക്കിയ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുകയാണ്. നാഥൻ അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ച് സ്വർഗാവകാശികളായി മരണപ്പെടുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നാം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മുസ്ലിം ലോകം ഹജ്ജും ബലിപെരുന്നാളും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഏറെ പുണ്യമുള്ള ദുൽഹിജ്ജ മാസത്തിൽ ആണ് നാം ഉള്ളത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച 10 ദിനരാത്രങ്ങൾ ദുൽഹിജ്ജയുടേതാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയമുണ്ടാവാം, ഏറ്റവും പുണ്യമേറിയ 10 ദിവസങ്ങൾ റമദാനിലെ അവസാനത്തെ 10 അല്ലേ എന്ന്. ഈ രണ്ട് സൂക്തങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ജമ്പ് ചെയ്തുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് രാത്രികളിൽ ഏറ്റവും പുണ്യമുള്ളത് റമദാനിലെ രാത്രിയാണെന്നും പകലുകളിൽ ഏറ്റവും പുണ്യമുള്ളത് ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ ആണെന്നുമാണ്. അതുകൊണ്ട് ഇത് യാന്ത്രികമായി അങ്ങ് കടന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏത് പുണ്യകർമ്മവും കൂടുതലായി ചെയ്യാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജമാഅത്ത് നമസ്കാരമായാലും തഹിയ്യത്ത് ദുഹാ പോലെയുള്ള നമസ്കാരങ്ങളായാലും സദഖകളായാലും അതുപോലെ നോമ്പായാലും ഖുർആൻ പാരായണമായാലും ഒക്കെ നമ്മളതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിനരാത്രങ്ങളാണ് ഇത്. അല്ലാതെ വെറും അറഫാ നോമ്പും ബലിപെരുന്നാൾ ആഘോഷവും മാത്രമായി ഇത് കടന്നു പോയിക്കൂടാ. നമ്മൾ സാധാരണ ക്ലാസ്സുകളിൽ കേൾക്കാറുള്ളത് ഹജ്ജിന്റെ കർമ്മങ്ങളെ കുറിച്ചാണ്. എന്നാൽ സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ സൂറത്ത് 28-ാമത്തെ വചനത്തിൽ ലിയഷ്ഹദു മനാഫിഅ ലഹും എന്ന് പറഞ്ഞു തുടങ്ങിയ ചില സംഗതികൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് നീ ഹജ്ജിനായി വിളംബരം ചെയ്യുക, വിദൂരമായ സകല മലമ്പാതകൾ താണ്ടിയും മെലിഞ്ഞൊട്ടിയ ഒട്ടകത്തിന്റെ പുറത്തും
കാൽനടയായുമൊക്കെ അവർ വന്നുകൊള്ളും എന്നാണ് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറയുന്നത്. അതിനുശേഷമാണ് ഈ വാചകമുള്ളത്. ഇതിൻ്റെ അർത്ഥം അവർക്ക് പ്രയോജനമായ രംഗങ്ങളിൽ അവർ സാക്ഷികളാവാനും സന്നിഹിതരാവാനും വേണ്ടിയാണ് എന്നാണ് ഹജ്ജിന്റെ ഒരു പ്രയോജനമായി പറഞ്ഞത്. ആത്മീയവും ഭൗതികവുമായ ഒരുപാട് പ്രയോജനങ്ങൾ ഹജ്ജിനുണ്ട്. അത്തരം ചിലത് ഓർമ്മയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി തൗഹീദിന്റെ വിളംബരമാണ് ഹജ്ജ്. നിരന്തരം ഹാജിമാർ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന തൽബിയത്തിൽ, ഏറ്റവും കൂടുതൽ ഹാജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തൽബിയത്തിൽ തൗഹീദിന്റെ പ്രഖ്യാപനമാണുള്ളത്. അല്ലാഹുവേ, നിന്റെ വിളി കേട്ടാണ് ഞങ്ങൾ ഉത്തരം നൽകുന്നു. നീയല്ലാതെ സ്തുതിക്കാൻ അർഹനില്ല, ആരാധ്യനില്ല എന്നൊക്കെ തൗഹീദിന്റെ ഉദ്ഘോഷമാണ് ഓരോ ഹാജിയും മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹജ്ജിന്റെ ആത്മാവ്. ഇനി ബലിപെരുന്നാളിന്റെ തക്ബീറുകളിലും നമ്മൾ മുഴക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, നീയാണ് വലിയവൻ, നീയല്ലാതെ ആരാധ്യനില്ല, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തക്ബീർ മുഴക്കുന്നതും. ഇനി ഉംറയ്ക്കും ഹജ്ജിനും പോകുന്നവർ തവാഫിന് ശേഷം മഖാം ഇബ്രാഹിം നിന്ന സ്ഥലത്ത് നിന്ന് പിന്നിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും പാരായണം ചെയ്യുന്ന സൂറത്തുകൾ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ ഒന്നാം പകുതി അൽ കാഫിറൂൻ വിശേഷിപ്പിക്കുമ്പോൾ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഗുണവിശേഷണമാണ് സൂറത്തുൽ ഇഖ്ലാസിൽ നമുക്ക് പഠിക്കാനാവുന്നത്, വായിക്കാനാവുന്നത്. അപ്പോൾ ഏതു തരത്തിലും തൗഹീദിന്റെ ഉദ്ഘോഷമാണ് ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പുള്ള ജാഹിലിയ കാലത്ത് അറബികൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പങ്കുകാരുമില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇല്ലാ ശരീകൻ, ഒരു കൂട്ടം പങ്കുകാരല്ലാതെ. നീ ഉടമപ്പെടുത്തുന്ന ഒരു കൂട്ടം പങ്കുകാരാണ്. അവർ അധീനപ്പെടുത്തുന്നതെല്ലാം നിന്റെ അധീനത ആണ്, അവർ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ പങ്ക് പോലും ഷിർക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊന്ന് മുസ്ലിം ഐക്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഹജ്ജ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നെത്തിയവരും ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ്, ഉമ്മത്തിന്റെ ഒരു വഹ്ദത്താണ് ഹജ്ജ് പറയുന്നത്. സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സങ്കലനം, ഒരു കൂടിച്ചേരലാണ് ഹജ്ജ്. വിവിധ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ അതത് നാട്ടുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് കൈമാറുന്നത് വരെ ഹജ്ജിന്റെ പ്രയോജനങ്ങളായി തഫ്സീറുകളിൽ രേഖപ്പെട്ട് കാണുന്നു. അതുപോലെ ഏതേത് നാട്ടുകളിൽ ആളുകളായിരുന്നാലും ഞങ്ങൾ തമ്മിൽ വേർതിരിവുകളില്ല എന്ന സമത്വത്തിന്റെ ഒരു പ്രഘോഷണമാണ് ഹജ്ജ്. നമുക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ അമേരിക്കയിലെ ബ്ലാക്ക് മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന മാൽക്കം എക്സ് വളരെ മനോഹരമായി അദ്ദേഹം ഹജ്ജിൽ കണ്ട സമത്വത്തിന്റെ ബോധം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനി ഒരു നാൾ മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടണം എന്ന ഒരു ഉൾക്കാഴ്ച കൂടി ഹാജിക്ക് നൽകുന്നു. ഹജ്ജിന് മഹ്ശറയുടെ ഒരു ലളിതമായ കൂടിച്ചേരലാണ് നമുക്ക് ഹജ്ജ് ദിനങ്ങളിൽ കാണാനാവുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി യുക്തി മാത്രമല്ല, യുക്തി കൊണ്ട് നമുക്ക് ചിലപ്പോൾ വിശദീകരിക്കാനാവാത്ത ചില കാര്യങ്ങളാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നമുക്ക് കാണാനാവുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാതെ സർവസമർപ്പണവും അല്ലാഹുവിനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടുമാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് കാണാനാവും. വളരെ കൗതുകവും ആലോചനാമൃതവുമായ കർമ്മങ്ങളാണ് ഹജ്ജിലുള്ളത്. ഒന്നാമത് തവാഫ്. ഇവിടുന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ എത്തി ഒരു കെട്ടിടത്തെ ഇങ്ങനെ ഇടം വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്? അപ്പോഴും കഅബയുടെ പുണ്യം കിട്ടാനല്ലോ ചെയ്യുന്നത്.
അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിൻ ഖൗഫ്, നമുക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയ, ഭക്ഷണം നൽകിയ ഈ ബൈത്തിന്റെ നാഥനെയാണ് അപ്പോഴും ആരാധിക്കുന്നത്. അതുപോലെ ഒരിടത്ത് പോയി താമസിക്കുന്നു, അവിടെ താമസിക്കുമ്പോൾ ഓരോ നമസ്കാരവും അതതിന്റെ സമയത്ത് കസറായി നമസ്കരിക്കുന്നു. എന്താണ് പ്രത്യേകം അതിൽ വിശദീകരിക്കാനുള്ളത്? മറ്റൊരിടത്ത് പകൽ മുഴുവനും പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നു. നമുക്കറിയാം, അറഫയിൽ ലക്ഷോപലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന അറഫയിൽ പോഴി വാരിയിട്ടാൽ നിലത്ത് ഇറങ്ങാതിരിക്കുമാർ അത്രയും ആൾക്കൂട്ടമുള്ള അറഫയിൽ പക്ഷേ ഓരോ ഹാജിയും അള്ളാഹുമായി മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ. തന്റെ വിഷമങ്ങളെല്ലാം, മനസ്സിലുള്ളതെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് അവനോട് മാത്രമാണ് അവൻ സംവദിക്കുന്നത്. ഇടതുഭാഗത്ത് ഒരുപക്ഷെ പ്രിയതമനുണ്ടാവാം, മറ്റ് ആളുകളുണ്ടാവാം, കൂട്ടത്തിലുള്ള ആളുകളുണ്ടാവാം. പക്ഷെ അവർ തമ്മിൽ ഒന്നുമില്ല. ഇവിടെ അവരവർ തന്നെ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരു ഇതാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തവാഫിന്റെ ആദ്യ 3 ചുറ്റലിൽ ഒരു ഭാഗത്തെ കക്ഷം പുറത്താക്കിക്കൊണ്ട് കുലുങ്ങി നടക്കണം. എന്താണ് അതിൽ പ്രത്യേകം പറയാനുള്ളത്? ചരിത്രത്തിൽ ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കൗതുകരം തോന്നുന്നതും ഒരുപാട് ആലോചന വേണ്ടതുമായ കർമ്മങ്ങളാണ് ഹജ്ജിനുള്ളത്. പിന്നെ സഅയില് പുരുഷൻ ഓടുന്ന ചില ഭാഗങ്ങൾ, ഹാജറ തന്റെ കുഞ്ഞിന് വേണ്ടി ദാഹജലത്തിന് വേണ്ടി ഓടിയതിന്റെ അനുസ്മരണം പുതുക്കാൻ. എന്നാൽ സ്ത്രീകളാണെങ്കിൽ ഓടേണ്ടതുമില്ല. ഹാജറ നമുക്കറിയാം, ഒരു പേര് പോലുമല്ല ശരിക്ക് ഹാജറ. അവളൊരു അടിമയായിരുന്നു. സാറയ്ക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് ഒരു രാജാവ് വൃത്തിയായി സമ്മാനമായി കൊടുത്ത അടിമയാണ്, കറുത്തവളാണ്, വിദേശിയാണ്. ആ ഹാജറ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓടിയ അതിന്റെ അനുസ്മരണത്തിന് വേണ്ടിയിട്ട് അനുസ്മരിച്ചുകൊണ്ട് ചക്രവർത്തിയായാലും ഓടുകയാണ് അവിടെ. നമ്മള് മഹത്വമില്ലെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന പലത്, അടിമ, വിദേശി, കറുത്തവൾ, മഹത്വമല്ല എന്ന് നമ്മൾ വിധി എഴുതിയ പലതും, അധമത്വമെന്ന് നമ്മൾ കൽപ്പിച്ച പലതും ആണ് ഹാജറക്കുള്ളത്. അവൾ ഓടിയ ട്രാക്കിലാണ് രാജാക്കന്മാരെല്ലാം ഓടുന്നത്. നമുക്ക് ഊഹിച്ചാൽ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ കറുത്തവൻ അത് നൽകുന്ന ഒരു വിശ്വാസമുണ്ട്, കളറില്ലാത്തവൻ അത് നൽകുന്ന ഒരു ഉത്ബോധമുണ്ട്. അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ ഒരു കറുത്ത കല്ലിനെയാണല്ലോ ചുംബിക്കുന്നത്. ചക്രവർത്തിയും പോയി ചുംബിക്കുന്നു. ഇത് കറുത്തവന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നൊരിതുണ്ട്. കുറച്ചു മുമ്പാണ് സൈബീരിയയിൽ നിന്നോ അത്ലറ്റുകൾ ഈ കൊച്ചു കേരളത്തിൽ നിറത്തിന്റെ പേരിൽ അപമാനം സഹിക്കേണ്ടി വന്നത്. ഈ അടുത്താണല്ലോ ഒരു IAS ഉദ്യോഗസ്ഥ താൻ വലിയ ബ്യൂറോക്രാറ്റായിട്ട് പോലും കറുപ്പിന്റെ നിറത്തിന്റെ പേരിൽ അപമാനം സഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഹാജറ തന്റെ കുഞ്ഞിന് വേണ്ടി നിലവിളിച്ചതിന്റെ പേരിൽ, പടച്ചവനോട് ചോദിച്ചതിന്റെ പേരിൽ സംസം എന്ന നീരുറവ് നൽകിയ അല്ലാഹു. അതൊരു പുരാണമല്ലല്ലോ, അത് കുഞ്ഞിന്റെ ദാഹജലത്തിന് വേണ്ടി ആർത്തയായി ഹാജർ ചോദിച്ചപ്പോൾ ഇന്നും നിലനിൽക്കുന്ന ദൃഷ്ടാന്തമായി ശേഷമുള്ള ജനങ്ങൾക്കെല്ലാം പുണ്യമുള്ള ഉറവയായി അള്ളാഹു അതിനെ മാറ്റി. പിന്നെ ഹജ്ജിൽ വേറൊരു സ്ഥലത്ത് പോയി രാത്രി താമസിക്കുന്നു. എന്താണ് മുസ്തലിഫയിലുള്ളത്? ഒരു ടെന്റ് പോലുമില്ല. ചരക്കല്ലിൽ ഒരു വിരിപ്പ് വിരിച്ച് അങ്ങനെ തുറന്നു നോക്കിയാൽ ആകാശം, പക്ഷെ ഉറങ്ങിപ്പോകും. ഒന്ന്, നമ്മൾ അതുവരെ ചെയ്ത കർമ്മങ്ങളുടെ ക്ഷീണം. മറ്റൊന്ന്, അതുവരെ മഗ്‌രിബ് വരെ നമ്മൾ അറഫയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനസ്സിലുള്ള ഒരു നിർവൃതി, നമ്മൾ സുഖമായി അവിടെ ഇറങ്ങുന്നു. എന്താണ് അതിൽ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാനുള്ളത്? ആലോചിക്കേണ്ടതാണ്. പിന്നെ ഹജ്ജിന്റെ ഇഹ്റാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിഷിദ്ധം? പുണ്യമാണ് ഇസ്ലാമിൽ വിവാഹം, അത് നിഷിദ്ധമാണ്. വൃത്തിയുടെ പേരിൽ നമ്മൾ നീക്കം ചെയ്യുന്ന നഖങ്ങൾ അവിടെ നീക്കാൻ പാടില്ല. അഭികാമ്യമായ സുഗന്ധം പോലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീയും പുരുഷനും ഇടകലർന്നാണ് തവാഫ് ചെയ്യുന്നത്. സ്ത്രീയുടെ മുഖം പോലും അവിടെ മറക്കാൻ പാടില്ല. ശീലങ്ങളിൽ നിന്നെല്ലാം മാറി നടന്ന് ഒരു പ്രത്യേക ആത്മസംസ്കരണവും സമ്പൂർണ്ണ സമർപ്പണവുമാണ് ഇതിലൂടെ അള്ളാഹു ഉറപ്പുവരുത്തുന്നത്. എല്ലാവർക്കും ഒരേ വേഷം, ഒരേ കർമ്മങ്ങൾ. ഒടുതുണിക്ക് മറുതുണിയില്ലാത്തവന്റെ ഫക്കീറിന്റെ വേഷമാണ് ഹജ്ജിൽ ഹാജി അണിയേണ്ടത്. അത് കൊട്ടാരത്തിൽ കിടന്നാനാവില്ല, കുടിയിൽ കിടന്നാനായും വേണ്ടില്ല.
നമ്മളൊരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ കുറെ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുക? അവരുടെ പദവിക്കും ഡിഗ്നിറ്റിക്കുമൊക്കെ യോജിച്ച വസ്ത്രമാണല്ലോ നമ്മൾ ധരിക്കുക. വേഷം കൊണ്ട് ശ്രദ്ധിക്കപ്പെടാൻ, ആകർഷിക്കപ്പെടാനൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അലങ്കാരങ്ങളുടെയും പദവികളുടെയും എല്ലാം വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലാളിത്യം പകർന്നു നൽകുന്ന ഒരു വസ്ത്രമാണ് ഹാജി അണിയുന്നത്. അവിടേക്കും സ്ത്രീകൾക്ക് അളവുണ്ട്. അതും പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന വെള്ള വസ്ത്രമാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന വെള്ള വസ്ത്രം ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ ശുദ്ധിയാക്കാം. നമ്മുടെ ബയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ആ വെള്ള വസ്ത്രമാണ് ഹാജി അണിയുന്നത്. ദുനിയാവിനോടുള്ള ഒരു വിരക്തി ധ്വനിപ്പിച്ചുകൊണ്ട് നാളെ അന്ത്യയാത്രയിൽ പുതച്ചു പോവേണ്ട വസ്ത്രമാണ് എന്ന് ഹാജി ഓർക്കുന്നു. നബിയുടെ കാലത്ത് ഒരു സഹാബി ഒട്ടകത്തിന്റെ ചവിട്ടേറ്റ് അറഫയിൽ നിന്ന് മരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫ്ഫിനൂ ഫീ സൗബിഹി, അവൻ ഈ സൗബ് കൊണ്ട് തന്നെ പുതപ്പിക്കുക, മുഖം മറക്കരുത്, നാളെ തൽബിയത്ത് ചെയ്യുന്നതിനായി അള്ളാഹുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഹാജി ധരിക്കുന്നത് അവന്റെ ജീവിതയാത്രയിൽ അവസാന വസ്ത്രമാണ്. കറുത്ത കല്ലിനെ ചുംബിക്കുമ്പോൾ കൈ ഉയർത്തി, പക്ഷേ അവിടെ നമ്മൾ കറുത്ത കല്ലിനെ ചുംബിക്കുന്നു, അല്ലെങ്കിൽ അതിന് നേരെ കൈ ഉയർത്തുന്നു. ആ കല്ലിന് നമ്മുടെ ഒരു പ്രത്യേക, നീ വെറും കല്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ചുംബിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ ഒന്ന്, പക്ഷേ എല്ലാ സമയത്തും അള്ളാഹുമായുള്ള ഒരു ബന്ധം. ഒരിക്കല് മുആവിയ റളിയല്ലാഹു അൻഹു കഅബയുടെ വേറെ സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് ചുംബിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ ചുംബിച്ചത്? അല്ല, കഅബയുടെ എല്ലാ ഭാഗവും അവഗണിക്കേണ്ടതൊന്നുമല്ലല്ലോ. പക്ഷേ നബി അവിടെ ചുംബിച്ചിട്ടില്ല. റുക്നുൽ യമാനിൽ നബി സ്പർശിച്ചിട്ടേ ഉള്ളൂ. നബിയുടെ ഇത്തിബാ, ഹജ്ജിലെ എല്ലാ കർമ്മങ്ങളും വേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ നീ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കാനായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ഹജ്ജിന്റെ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഹജ്ജ് കഴിഞ്ഞ ആളുകളോട് ഖുർആന്റെ ഒരു കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖൂ വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് യാ അയ്യുഹൻ നാസ് അയ്യുഹല്ലദീന ആമനു തഖൂ, ഭക്തരാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അവസാനിപ്പിക്കുന്നത് വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, പോരാടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പെരുമയുടെ അടയാളങ്ങളെല്ലാം മീഖാത്തിൽ ഉപേക്ഷിക്കുന്നതോടൊപ്പം ഹാജിയാരായിട്ടല്ല, മുജാഹിദായിട്ടാണ് ഹാജി തിരിച്ചു വരേണ്ടത് എന്ന് ചുരുക്കം. ഫാഷിസ്റ്റ് സയനിസ്റ്റ് ആശയങ്ങളോട്, ഭീകരതകളോട് പൊരുതാൻ, അനീതികളോട് എതിരിടാൻ മാധ്യമങ്ങളടക്കം ആശയങ്ങളിലും സർവ്വതിനെയും അടക്കി വാഴുന്ന മുതലാളിത്തമായാൽ എന്തിന്റെ പേരിനെയും ഒരു വിശ്വാസി എന്ന നിലക്ക് അതിന്റെ അനീതികളോട് പോരാനുള്ള ചങ്കൂറ്റവുമായിട്ടാണ് ഹാജി തിരിച്ചു വരേണ്ടത്. നാമും തദൈവ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. ഈ ഹജ്ജിന്റെ വേളയിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന അവിടുത്തെ ഒരു ഭണ്ഡാര കുറ്റി ഒന്നുമില്ലല്ലോ. അവിടെ ഒരു നേർച്ചക്കുറ്റിയുമില്ല. അങ്ങനെ ഒരു പുണ്യം ഒരാൾ ഒരു ദിർഹം നിക്ഷേപിക്കുകയാണെങ്കിൽ 20 ലക്ഷം ദിർഹം റിയാൽ ഉണ്ടാവും അതിൽ. ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഹജ്ജ് നമ്മിൽ നിന്നും കടന്നു പോകുന്നത്. മറ്റൊന്ന്, ബലി പെരുന്നാളിനോട് അനുബന്ധിച്ച മൃഗബലിയെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് വളരെ സുപ്രധാനമായ ഒരു സുന്നത്താണ് എന്ന് നമുക്കറിയാം. മാകാന ലഹു സഹത്തുൻ വലം യുളഹി ഫലാ യഖുറബന്ന മുസല്ലന. കഴിവുണ്ടായിട്ടും ഉളുഹിയത്ത് നിർവഹിക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്ക് കടന്നു വരേണ്ടതില്ല
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബലിമൃഗം അള്ളാഹുവിന്റെ ഷായറുകളിൽ, ചിഹ്നങ്ങളിൽ ഒന്നായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ബലി വളരെ ക്രൂരമാണ്. റഹ്മാനായ അള്ളാഹുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് തെളിവുണ്ട്. ഖുർആൻ പറയുന്നത് ഇതിന്റെ രക്തവും മാംസവും ഒന്നും അള്ളാഹുവിലേക്ക് എത്തുകയില്ല എന്ന ആയത്തോതി അതിന് തെളിവും പറയുന്നുണ്ട്. ഒരാളുടെ അടുത്ത് ഒളിഹ്യത്തിന് മാത്രമുള്ള പൈസ ഉള്ളൂ. അപ്പോഴാണ് ഒരു ബന്ധുവിന് അർജന്റായ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഈ പൈസ അതിന് കൊടുക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു ഉപദ്രവമില്ലാത്ത അഭിപ്രായമാണ്. പക്ഷേ ഖുർആനിന്റെ അകമ്പൊരുൾ തനിക്ക് മാത്രം മനസ്സിലായി എന്നുള്ള തോതിൽ ബലി തന്നെ വലിയ ക്രൂരതയാണെന്ന് വിശദീകരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാത്തത്. പരിഷ്കാരത്തിന്റെ പേരിൽ പറയുന്നത് അഹിംസാത്മകമായ ഒരു ബലിയാണ് വേണ്ടത്. കുറച്ച് പൈസ തരും, അതിനോട് പാവപ്പെട്ടവർക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാം, ബലി വേണ്ടതില്ല എന്നാണ്. മുസ്ലിങ്ങള് സാമൂഹ്യക്ഷേമ കാര്യങ്ങളിലൊന്നും പിന്നോട്ടുള്ള ആളുകളല്ല. ടോയ്ലറ്റ് ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും അതുപോലെ ആളുകൾക്ക് എന്ത് ഉപകാരം ചെയ്യാനും ഒക്കെ മുസ്ലിങ്ങൾ ഇന്ന് മുന്നിൽ തന്നെയാണ്. ഇത് പറയുന്നവരുണ്ടല്ലോ, ഈ ബലി വേണ്ടാന്നില്ല പറയുന്നവര് മാംസാഹാരികളാണ്. ബ്രോസ്റ്റായും ബിരിയാണി ആയിക്കോട്ടെ അവര് ഭക്ഷണം ഇത് കഴിക്കുന്നുണ്ട്. ചിക്കനായാലും മട്ടനായാലും കാളയായാലും ഇനി പച്ചക്കറി ആയാലും അതിനും ജീവനുണ്ടല്ലോ. അറുക്കുന്നത് ഏതായാലും അല്ലെങ്കിൽ മുറിക്കുന്നത് ഏതായാലും ഹിംസ തന്നെയാണ്. അപ്പോ കൊല്ലത്തിൽ ഒരു നാൾ ബലി പെരുന്നാളിന് മാത്രം മറുക്കുമ്പോഴുള്ള അക്രമം, ക്രൂരത, അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. പോഷകമൂല്യമുള്ള ആഹാരം, ഒരു മാംസാഹാരം വർഷത്തിലൊരിക്കൽ ആളുകൾക്ക് സൗജന്യമായി കൊടുക്കുന്നത് എന്ത് ക്രൂരതയാണുള്ളത്? അത് തന്നെ ഏറ്റവും നല്ലതായിരിക്കണം. രോഗം പിടിച്ചത് പാടില്ല, മുടന്തുള്ളത് പാടില്ല, കാഴ്ച നശിച്ചത് പാടില്ല, ചെവി കീറിയത് പാടില്ല, കൊമ്പ് പൊട്ടിയത് പാടില്ല. ഇങ്ങനെ ഒരു മുടന്തുള്ളത് പോലും പാടില്ലാത്ത, വയസ്സൊത്തതാവണം, കത്തി മൂർച്ചയുള്ളതാവണം, പക്ഷമെങ്കിൽ ഒരു മൃഗത്തെ അറക്കുന്നത് അടുത്ത മൃഗം കാണാൻ പാടില്ല. ഇങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ബലിയെടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ ബലിയെ മാത്രം എതിർക്കുന്നതിലുള്ള അജണ്ട നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ ഇവിടൊക്കെ അധികമാണ്, ആളുകൾ വാങ്ങാൻ ആവശ്യമില്ല, ഫ്രിഡ്ജ് നിറയുകയാണെന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് വിതരണം ചെയ്യണം. അതല്ല എങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് പൂതി വെച്ച് നിൽക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടല്ലോ. വിവിധ സംഘടനകൾ അതിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യല്ലാതെ കൊല്ലത്തിൽ ഒരിക്കലുള്ള ഈ പുണ്യകർമ്മത്തിന് ഇങ്ങനാണെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ എത്ര ഗ്യാലൻ മില്യൺ കണക്കിന് പായസമാണ് ഉണ്ടാക്കുന്നത്? എത്ര പൈസന്റെ ചെലവാ? എത്ര കൊടി തോരണങ്ങളാണ് ഉപയോഗിക്കുന്നത്? അതിനെത്ര കാർഡുകൾ ഒഴിവാക്കേണ്ടി വരും? അതിന്റെ കടലാസനും ഇത് അലങ്കാരങ്ങൾക്കുമായിട്ട് സർക്കാർ വാർഷികങ്ങൾക്ക് എത്ര പണം ചെലവാക്കുന്നു? യുവജനോത്സവങ്ങൾക്ക് എന്തിനാണ് വെറുതെ ഇതിൽ കൊണ്ടുപോകുന്ന ഷോക്കേസിൽ വെക്കാനുള്ള ഷീൽഡും ഇതൊക്കെ? ഇങ്ങനെ പലതും ചോദിക്കുക ആളുകൾക്ക്. ഷീൽഡും ട്രോഫിയൊക്കെ കൊടുക്കുന്നത് അതൊക്കെ പാവങ്ങൾക്ക് വേറെ എല്ലാവർക്കും കൊടുത്തൂടെ? പുസ്തകം വാങ്ങി കൊടുത്തൂടെ? ഇങ്ങനൊക്കെ ചോദിക്കാം. യുക്തി പല ഭാഗത്തിൽ ചോദിക്കാം. അപ്പോ ഇതിനുള്ള അജണ്ട, ഈ സ്പോൺസേഡ് പരിപാടിയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. പോത്തിനെ അറക്കുമ്പോൾ വേദനിക്കൂല എന്നാണ് വേറൊരു സംശയം. വേദനിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ കടലിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ ദിനേന എത്ര മത്സ്യം പിടിക്കുന്നുണ്ട്? അത് ചൂണ്ടലിലും വലയിലും ഒക്കെ ഇങ്ങനെ പടയുന്നുണ്ടല്ലോ. അപ്പോ എന്താണ് ഇത് ഇളകാത്തത്? മത്സ്യബന്ധനം നിരോധിക്കാവുന്നൊരു ആഹ്വാനം നമ്മൾ കേട്ടിട്ടില്ല. ദീനാനുകമ്പയുടെ പേരിൽ ഒരു ഗാഥയും നമ്മളാരും പാടുന്നത് കേട്ടിട്ടില്ല. പോത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം. മനുഷ്യൻ പോത്തിന് വേണ്ടി ആവരുത്. ഒരു ചെറിയ മുണ്ടം അബ്ദുൾ റസാഖ് മദനി എഴുതിയ ഒരു കവിതയിൽ മമ്മതെ മരപ്പോത്തെ എന്ന് വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല അത് കവിത. എന്നും പാല് കറക്കുന്ന മമ്മദിനോട് കവി ചോദിക്കാണ്, മമ്മതെ നീ കൊടുക്കുന്നത് പുല്ലല്ലേ, കുറച്ച് കാടി വെള്ളല്ലേ, ഇതിന്റെ ഉള്ളിലുള്ളത് രക്തല്ലേ, അർത്ഥം നിനക്ക് കിട്ടുന്നേ, ഇത് കറക്കുമ്പോ എങ്ങനെ പാല് വരുന്നു? ഒന്ന് ആലോചിക്കും മമ്മതെ മരപ്പോത്തെ എന്ന് പറയുന്നത്. അതുപോലെ മരപ്പോത്തുകളാവരുത്. വയറ് നിറക്കുക, പോത്തിന് വയറ് നിറക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് കിടന്നെടുത്ത് തന്നെ ചാണകടും അപ്പിയിടും മൂത്രമൊഴിക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും. പക്ഷേ മനുഷ്യൻ ശരീരം മാത്രമുള്ള ഒരു മൃഗമല്ല. അവൻ ആത്മാവുണ്ട്, സംസ്കാരമുണ്ട്, മനസ്സുണ്ട്. ഇനി മാത്രമോ ഇതിന്റെ ഒരു ലോജിക്ക് വേറെ വിധത്തിൽ ആലോചിക്കാൻ, മനുഷ്യൻ മിശ്ര ബുക്കാണല്ലോ. അവന്റെ പല്ലും അവന്റെ ആന്തരാവയവങ്ങളൊക്കെ സസ്യാഹാരവും മാംസാഹാരവും ദഹിപ്പിക്കാൻ പാകത്തിലുള്ളതാണ്. ഇനി വേറെ നിലക്ക് ആലോചിക്കുകയാണെങ്കിൽ ഈ കാലികളെ വളർത്തി ഉപജീവനം കഴിക്കുന്നവർ ഒരുപാടുണ്ട്. അവർക്ക് ഇതിനെ വിറ്റുപോയില്ലെങ്കിൽ അവരുടെ ഉപജീവനം മുടങ്ങും.
അപ്പൊ ഇതൊന്നല്ല ഇതിന്. ഇനി അൽ കബീർ എന്ന്, ഞാൻ 26 കൊല്ലം വിറ്റ കമ്പനിയാണത്. അൽ കബീർ എന്ന ഇവിടുന്ന് മാംസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അത് മുസ്ലിമിൻ്റെതല്ല, അത് ഫാഷിസ്റ്റ് സഹയാത്രികരുടേതാണ്. അപ്പൊ ഇതിനൊന്നും എവിടെ ഒരു അപാകതയും കാണുന്നില്ല. ഇങ്ങനെ മൃഗസ്നേഹം വിളമ്പി നിങ്ങൾ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഈ അറുത്തു കൊടുക്കുന്ന ഈ മാംസത്തിൽ മാത്രം അക്രമം കാണുന്നവരെ അവരോട് ചോദിച്ചോ, നിങ്ങൾ എന്തിനാ സ്കോഡ വണ്ടി ഉപയോഗിക്കുന്നത്, മെർസിഡീസ് ഉപയോഗിക്കുന്നത്, സാധാ വണ്ടി ഉപയോഗിച്ചല്ലോ, ബാക്കി പൈസ സദക്ക എത്തൂടെ എന്ന് തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ദൈവപ്രീതിക്ക് വേണ്ടി നരബലി പോലും നടത്തുന്ന നാട്ടിലാണ് ഇത് പറയുന്നത് എന്ന് ഓർക്കണം. എല്ലാ മതങ്ങളിലും ബലിയുണ്ട്. ഈ ബലി പെരുന്നാളിനാവുമ്പോൾ മാത്രം മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാവാൻ മാത്രം ഉള്ള ദുഷ്ടലാക്കളെ നമ്മൾ കണ്ടറിയണം. ഗസയിലും കാശ്മീരുകളിലും നിന്ന് കൊതെടുക്കുന്നവരെ കുറിച്ച് ഇവർക്ക് വേദനയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടതെന്തും ത്യജിക്കാനുള്ള ഒരു വലിയ ത്യാഗമാണ് ബലി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. പോറ്റി വളർത്തിയ ഓരോ മൃഗത്തിന്റെ രോമത്തിലും നിനക്ക് പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതാലോചിച്ചുകൊണ്ട് ആ പുണ്യത്തിൽ പങ്കാളികളാവുക. പിന്നെ ഈ കാണുന്ന വലിയ വലിയ ഘോഷങ്ങളൊന്നും, വലിയ വലിയ കുടുക്കുകളുള്ള നിയമങ്ങളും ഉണ്ടാക്കുന്ന ഭരണാധികാരികളൊന്നും ശാശ്വതരല്ല. 1000 കൊല്ലം ജർമ്മനി ഞാൻ ഭരിക്കുമെന്ന് പറഞ്ഞാണ് ഹിറ്റ്ലർ അധികാരത്തിലേറി, നാസി അധികാരത്തിലേറി. 1933 ജനുവരി 30 അധികാരത്തിലേറിയ ഹിറ്റ്ലർ 1945 ഏപ്രിൽ 30 12 വർഷം തികഞ്ഞപ്പോൾ അദ്ദേഹവും കാമുകി ഇവാ ബ്രൗണും നായക്കും വിഷം കൊടുത്ത് സ്വയം മരിക്കുകയായിരുന്നു. അവിടുത്തെ അതിന്റെ ഉപോസർഗനായിരുന്ന പേര് ഞാൻ ഓർക്കുന്നില്ല. ഈ നാസി ഭീകരത കൊണ്ടുവന്ന ആള് സ്വയം മരിക്കുകയാണ് ചെയ്തത്. 1945 മാത്രം നാസികൾ 7000-ഓളം ബെർലിൻ നഗരത്തിൽ മാത്രം ജീവനൊടുക്കി എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ഇതൊന്നും അവസാനിക്കാത്തതല്ല. അള്ളാഹു മുസ്ലിങ്ങളെ നല്ല രൂപത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മനുഷ്യർക്കും അവൻ നന്മ വരുത്തുമാറാവട്ടെ. ഈ നല്ല മഴയാണ്. സല്ലു ഫീ റിഹാലിക്കും എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു രാത്രി ഇബ്നു ഉമർ ബാങ്ക് കൊടുക്കുമ്പോൾ അത് പറയുകയാണ്. അപ്പൊ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മഴയുള്ളപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇത് പറയാൻ ബാങ്ക് കൊടുക്കുന്നതിനോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. എന്താ? സല്ലു ഫീ റിഹാലിക്കും, നിങ്ങൾ വീടുകളിൽ നിന്ന് നമസ്കരിക്കുക എന്നാണ്. നമ്മളാ ഉതിര് ഉപയോഗിക്കണമെന്നല്ല, നമ്മളെല്ലാ കാര്യത്തിനും മാർക്കറ്റിൽ വരുന്നുണ്ട്, അപ്പം നമസ്കരിക്കാം. പക്ഷേ ഇസ്ലാമിൽ എല്ലാറ്റിനും ഇളവുണ്ട്. ഈ വെള്ളിയാഴ്ച മുതൽ മക്കയിലും മദീനയിലും ഹറമുകളിലെ ഖുതുബ സമയം കുറയ്ക്കുകയാണ്. അവിടുത്തെ കഠിന ചൂട് കാരണം. അവിടെ അല്ലെങ്കിൽ തന്നെ എത്ര ഖുതുബകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എത്ര നേരമുള്ളത്? വളരെ ചുരുങ്ങിയ നേരമുള്ളൂ. അതും കുറയ്ക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിൽ എവിടെയും ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. അതുപോലെ അറഫ നോമ്പ് നമ്മൾ ഓർക്കേണ്ടതാണ്. ദുൽഹിജ്ജ 9 വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് അതിന്റെ ഫضലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആലോചിക്കുക. അതുപോലെ അടുത്ത ആഴ്ച ശനിയാഴ്ച ബലിപെരുന്നാളാണ്. അതിഥി തൊഴിലാളികളെ നമ്മൾ ആ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ മഹലിനൊക്കെ മുൻകൈയെടുത്ത് അവർക്ക് ഭക്ഷണം വിളമ്പുകയും അവർക്ക് ലഘു ഉപദേശം നൽകുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി നല്ലതാണ്. പരിഭാഷകളൊക്കെ അവരുടെ നാട്ടിലെത്തിക്കാൻ, ഇവിടെയുള്ള നല്ല സംഗതികൾ അവിടെ പറയാൻ, അവിടെയുള്ള നല്ല സംഗതികൾ ഇവിടെ എത്തിക്കാനൊക്കെ അവരോട് പറയാവുന്നതാണ്. എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തുന്ന ഒരു സമൂഹമായി അള്ളാഹു നമ്മെ മാറ്റുമാറാവട്ടെ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നല്ല വിജ്ഞാനവും ദീൻ യഥാവിധി അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവണേ. അസീസും ജബ്ബാറുമായ നാഥ, ഞങ്ങൾക്ക് ഐശ്വര്യവും മനസ്സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ. നിന്റെ അനുഗ്രഹമായ മഴ ഞങ്ങളിൽ വർഷിപ്പിക്കുകയും നീ ശിക്ഷയാക്കുന്ന മഴ ഞങ്ങളിൽ നിന്ന് അകറ്റേക്കും ചെയ്യണമേ നാഥ. അഴിമതിയും കൈക്കൂലും ഒക്കെ പെരുക്കുന്ന ഈ കാലത്ത് ഈ അഴിമതിയും കൈക്കൂലിയും ഒക്കെ ഇല്ലാതാവാൻ, നല്ല രീതിയിൽ ഭരണം കൈയാളാനൊക്കെ നമ്മുടെ ആളുകൾക്ക് സാധിക്കുമാറാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കണേ. പഠനത്തിലും തൊഴിലുമൊക്കെ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ നാഥ. ഹറാമായ ഒരു ധനവും നമ്മളില്ലാതെ കാത്തു സംരക്ഷിക്കണമേ നാഥ. കടബാധ്യതയോടെ മരിക്കാനുള്ള ഒരു അവസ്ഥ ഞങ്ങളിൽ ഉണ്ടാക്കരുതേ നാഥ.